തലമുറയില്ല. തൻ്റെ ഭർത്താവായ എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ട്. ഒന്ന് പെനീന, 2 ഹന്ന. എന്നാൽ പെനീനയ്ക്ക് മക്കളുണ്ട്. മക്കളുള്ള പെനീന മക്കളില്ലാത്ത മച്ചിയായ ഹന്നയെ എല്ലായ്പ്പോഴും നിന്ദിക്കുകയും പരിഹസിക്കുകയും ചില കുത്തുവാക്കുകൾ കൊണ്ട് പലപ്പോഴും ഇവളെ കുത്തുകയും ചെയ്യുന്ന, വാക്കുകളിലൂടെ കുത്തുകയും ചെയ്യുന്ന ഒരനുഭവം ഇവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കുത്തലേറ്റ് ഇവൾക്കത് സഹിക്കാൻ വയ്യാതായപ്പോൾ ഇവൾ ആ വിഷയം അവളുടെ ഭർത്താവിനോട് പറഞ്ഞെങ്കിലും ഇവൾക്ക് വേണ്ടും പോലെ ഒരു മറുപടി ഭർത്താവിൽ നിന്ന് ലഭിച്ചില്ല. നമുക്കറിയാം, നമ്മൾ ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നൊരു നിലവാരമുണ്ട്. ആ അളവിൽ വിടുതൽ ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥിക്കുന്ന ആരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഹന്ന തൻ്റെ ഭർത്താവിനോട് തൻ്റെ വിഷമം, തൻ്റെ ഭാരം, തൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ തനിക്ക് വേണ്ടും പോലൊരു മറുപടി എൽക്കാന എന്ന തൻ്റെ ഭർത്താവിൽ നിന്ന് ലഭിക്കാതെ വന്നപ്പോൾ ഇവൾ തിന്നു കുടിച്ച് ആലയത്തിലേക്ക് പോയി. അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്ന് അവൾ ദൈവത്തോട് അവളുടെ ആവശ്യം പറയാനിടയായി. ഇവിടെ നിങ്ങൾ 2 ഭാഗം ശ്രദ്ധിക്കണം. എൽക്കാനയോട് പറഞ്ഞിട്ട് വേണ്ടും പോലെ ഒരു മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇവൾ എന്ത് ചെയ്തു? ആലയത്തിൽ പോയി. എന്നാൽ ആലയത്തിൽ ചെന്ന് ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യനോട് നമ്മൾ പറയുമ്പോഴും ദൈവത്തോട് പറയുമ്പോഴും എന്നുള്ള വ്യത്യാസങ്ങൾ കിടപ്പുണ്ട്. ഒന്ന്, എൽക്കാനയോട് പറഞ്ഞപ്പോൾ വേണ്ടും പോലെ മറുപടി കിട്ടിയില്ലെന്ന് കണ്ട് ഇവൾ തിന്നുകുടിച്ച് ആലയത്തിൽ പോയി. എന്നാൽ ആലയത്തിൽ ചെന്ന് ഇവൾ ദൈവത്തോട് ഇവളുടെ ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ച് 1 ആണ്ട് കഴിഞ്ഞപ്പോഴാണ് ദൈവം ഇവളെ ഓർത്ത്. ഭർത്താവിനോട് തൻ്റെ ആവശ്യം പറഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇവളെ എന്ത് ചെയ്തു? തിന്നുകുടിച്ച് ആലയത്തിൽ പോയി. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഹന്ന 1 വർഷം എന്ന് വെച്ചാൽ അപ്പോഴും വിടുതൽ കിട്ടിയില്ലേ, കിട്ടുന്നത് വരെ ഇവൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. മണിക്കൂറുകൾ കഴിയും മുമ്പേ ഇവൾ ആലയത്തിൽ പോയി. ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് 1 വർഷമായിട്ടും ഇവൾ ഈ വിഷയം വേറെ ആരോടും പറഞ്ഞില്ല. എന്താ കാര്യം എന്നറിയോ? സ്തോത്രം. മനുഷ്യനോട് പറഞ്ഞാൽ നിനക്ക് വേണ്ടും പോലൊരു വിടുതൽ ഉണ്ടാകണമെന്നില്ല, വേണ്ടും പോലൊരു മറുപടി കിട്ടണമെന്നില്ല. എന്നാൽ ദൈവത്തോട് പറഞ്ഞാൽ, ദൈവം നിന്റെ വിഷയം കേട്ടു കഴിഞ്ഞാൽ, ദൈവം നിന്റെ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിന്റെ അന്തരാത്മാവിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയും, സ്വർഗം നിന്റെ വിഷയം ഏറ്റെടുത്തു എന്ന്. പ്രാർത്ഥിക്കുന്നവൻ അറിയാം, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നൊരു ബോധ്യം. മുഴങ്കാൽ മടക്കുന്നവൻ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നൊരു ബോധ്യം അവൻ്റെ ഉള്ളത്തിൽ വരും. കഴിഞ്ഞ വർഷങ്ങളിൽ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി അയച്ചു എന്ന ആ ആത്മബോധ്യം, ആ ആത്മധൈര്യം പ്രാപിച്ച ആരൊക്കെയോ മടുത്തു പോകാതെ, ഞാൻ ആവർത്തിക്കുന്നു, പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ, പ്രാർത്ഥനകൾ നിർത്താതെ, പ്രാർത്ഥനകൾ സ്റ്റോപ്പ് ചെയ്യാതെ പിന്നെയും വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ചിലരോട് ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ഇതാ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വരാൻ സമയമായി.